ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടോണറാണ്. ഈ ഒരു ഹെയർ ടോണറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താരനുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കാൽപ്പ് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ്. പിന്നെ നമുക്ക് മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ ഒരു 7 days ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുടിക്ക് ഉണ്ടാവും. തിക്നെസ് ഉണ്ടാവും, സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. നന്നായിട്ട് തിക്കായിട്ട് ലോങ് ഹെയർ ആയിട്ട് കിടക്കണമെങ്കിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തോളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന സവോളയാണ്. ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. സവോള നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാനും മുടി തിക്കായിട്ട് വളരാനും താരനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കാൽപ്പ് ക്ലിയർ ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഒരു ടോണർ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്ത സവോളയും 1 സ്പൂൺ ഉലുവയും പിന്നെ എടുത്തിരിക്കുന്ന കറി ലീവ്സാണ്. ഉലുവയും കറി ലീവ്സും ഒക്കെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു ടോണർ ഒരു 7 ദിവസം യൂസ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി തിക്കായിട്ട് വളരാനും നല്ല നീളത്തിൽ വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണറാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സ്റ്റൗ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ പാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിളയ്ക്കോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളം തിളച്ച് വറ്റി നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതൊരു 1 ഗ്ലാസ്സിലേക്ക് ആകുവോളം നമ്മളിത് ഈ ഒരു വെള്ളം തിളച്ച് പറ്റണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ ടോണർ റെഡിയായി. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അരിച്ചെടുത്തതിന് ശേഷം കാണാം. അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കണം. അതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതുപോലെ ലൈൻസ് എടുത്ത് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല. അപ്പം എല്ലാവരുടെ കയ്യിലും ഇപ്പം സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്താലും മതി. ഇതുപോലെ നന്നായിട്ട് ലൈൻസ് എടുത്തെടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
നിങ്ങൾ ചെയ്യുമ്പോൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലും ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്കിവിടെ ക്യാമറ തട്ടി താഴെ പോവായിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ഞാൻ അല്ലാത്തപ്പോൾ ഒക്കെ മുടിയുടെ ബാക്ക് സൈഡിലും ചെയ്യാറുണ്ട്. മുടി ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇടണം, എന്നിട്ട് ബാക്ക് സൈഡിൽ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടോണർ ചെയ്തിട്ട് നിങ്ങൾ ഓടിപ്പോയി തലമുടി വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. എപ്പോഴാണ് നിങ്ങൾ കുളിക്കുന്നത് ആ സമയത്ത് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്യേണ്ട കാര്യമില്ല, അത് പെട്ടെന്ന് തന്നെ അബ്സോർബായി പൊക്കോളും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എന്താണെങ്കിലും നിങ്ങൾ ഒന്ന് 7 ഡേയ്സ് കണ്ടിന്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. നല്ല തിക്കായിട്ട് ഹെയർ വളരും. അതേപോലെ തന്നെ നിങ്ങൾ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും എണ്ണ വാരി പൊത്തി വെക്കരുത്. നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ എണ്ണ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ടോണർ, ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ടൊരു മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.